ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ രാഹുൽസ് വ്യൂ. ഇന്നത്തെ വീഡിയോ ശേഷം ഇന്നത്തെ റിവ്യൂ റെട്രോ. ഈ പടം എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ, നിങ്ങൾ കാർത്തിക് സുബ്ബരാജ് എന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, ആ ഡയറക്ടറിന്റെ ബ്രില്യൻസ്, അതുപോലെ പടങ്ങൾ ഇഷ്ടമാണ്, അതുപോലെ തന്നെ സൂര്യ എന്നൊരു നടനെയും നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ സിനിമയുടെ 7 ഇലക്കത്തെ പോകാൻ പാടില്ല. ഇമാതിരി ഒരു അപരാധം ഞാൻ ഈ അടുത്ത് കണ്ടിട്ടില്ല. ഈ അടുത്ത് കണ്ടത് സൂര്യയുടെ തന്നെ പടത്തിലാണ്, കങ്കുവ. ആ കങ്കുവേനെയും വെട്ടിക്കാൻ രീതിയിലാണ് ഈ പടം ഇറക്കിയേക്കുന്നത്. കാർത്തിക് സുബ്ബരാജ്, ഞാൻ പറയാം, ഈ കങ്കുവ ഇറങ്ങിയ സമയത്ത് കുറേ റിവ്യൂവേഴ്സ് അതുപോലെ തന്നെ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പടത്തെ പറ്റിയിട്ട്. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഒരു വെറൈറ്റി ഉണ്ടാവും. പിന്നെ കാർത്തിക് സുബ്ബരാജ് എന്നുള്ള ആളെ ഡയറക്ടർ, പുള്ളിയുടെ സിനിമകൾ എടുത്തറിയാം. ആ പടത്തിൻ്റെ കഥ, അതുപോലെ ആ പടത്തിൻ്റെ സ്റ്റൈല്, മേക്കിങ് എല്ലാം ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാം ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും പുള്ളി ചെയ്യണത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് പടത്തിന് പോയത്. FDFS കാണാൻ പറ്റിയില്ല, വേറെ ഒരു പ്രോഗ്രാമുള്ള കാരണം. അതുപോലെ തന്നെ ഉച്ചയ്ക്കാണ് കണ്ടത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, സൂര്യ എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കണത് സൂര്യയും ജ്യോതിയും കൂടിയാണ്. ഇത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കഥ? ഇതിനകത്ത് കഥയേ ഇല്ല. എല്ലാവരും മൊബൈല്, ഈ പടം തുടങ്ങിയപ്പോൾ തൊട്ട് മൊബൈൽ നോക്കാൻ തുടങ്ങിയ കുറേ ആൾക്കാർ. അതുപോലെ തന്നെ കൂവാനേ സീനിൽ ഈ പടത്തിലുള്ളൂ. ആദ്യം തൊട്ട് അവസാനം വരെ ലോകം അപരാധിച്ച ഡയലോഗ്സ്, അതുപോലെ തന്നെ കുറേ സീൻസ്, ഫൈറ്റ്, ആവശ്യമില്ലാത്ത കുറേ. പിന്നെ കാർത്തിക് സുബ്ബരാജിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പത്തെ പടമായിട്ട് ഏകദേശം സാമ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇടയ്ക്ക് നമ്മൾ ഈ സർക്കസാണ് കാണുന്നത്. സർക്കസിൽ മറ്റേ 2 ബെല്ലടിക്കുമ്പോൾ മറ്റേ ബോളിട്ട് കളിക്കുന്ന 2 ചേച്ചിമാരൊക്കെ വന്നിട്ട് കുറേ പരിപാടി ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കോമാളികൾ വരും. അങ്ങനത്തെ കുറേ സെറ്റപ്പുകളുണ്ടല്ലോ. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ വിചാരിക്കും, ഇടയ്ക്ക് നമ്മൾ ബാലെ കാണണമെന്ന് വിചാരിക്കും. പല സീൻസും നമ്മൾ ബാലെ, അതുപോലെ നാടകം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ചിരിക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഫുള്ള് ചിരിക്കാനാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പടം ജസ്റ്റ് തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിരിക്കാൻ എങ്ങനെയാണ്. അവസാനം ഫുൾ കോമഡി ആയിട്ടോ. നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് ചിരിച്ചുകൊണ്ടിരുന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ഇറങ്ങി പോരാം. കാർത്തിക് സുബ്ബരാജ് ഇങ്ങനത്തെ ഒരു പടം എടുത്തു. ഇത് ഈ ജനങ്ങൾ സ്വീകരിക്കുന്ന ആളെങ്ങനെ ഈ പടത്തിൽ, എനിക്ക് മനസ്സിലായത് എന്താണ് ഉദ്ദേശിച്ചത്. ഈ പടത്തിൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. കുറേ സീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട്, കുറേ BGM കയറ്റിയിട്ട്, ആവശ്യമില്ലാത്ത കുറേ ഫൈറ്റും ചെയ്തിട്ടാണ് ഈ പടം മുമ്പോട്ട് പോണത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ അവർക്ക് സെക്കൻഡ് ഹാഫ് വന്നാവുന്നു. സെക്കൻഡ് ഹാഫ് അതിനേക്കാളും ദയനീയം എന്ന് പറഞ്ഞാൽ ഭൂലോക ദയനീയം. എന്തൊക്കെയാണ് ഇതിനകത്ത് സിനിമയിൽ കാണിച്ചു വെച്ചേക്കുന്നത്? നമ്മൾ മണ്ടന്മാരല്ലല്ലോ സിനിമ കാണുന്ന ആൾക്കാർ, പൈസ കൊടുത്ത് കാണുന്ന ആൾക്കാരാണല്ലോ. കങ്കുവ കണ്ടപ്പോൾ കങ്കുവയുടെ സൗണ്ടായിരുന്നു പ്രശ്നം. പടവും കൊള്ളില്ല, സൗണ്ട് പ്രശ്നം. അതിനകത്ത് സൗണ്ടിന് വേറെ പ്രശ്നങ്ങളായാലൊന്നുമില്ല. എല്ലാം നന്നായിട്ട് ഡീറ്റെയിൽസും അതുപോലെ അറ്റ്മോസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആസ്വദിക്കാൻ പറ്റേണ്ട സിനിമ. ആദ്യം തൊട്ട് അവസാനം വരെ ഇതുപോലത്തെ ട്രാജഡി സീൻസ് കുറേ വരും. അതിൻ്റെ ഇടയ്ക്ക് ലവ് സ്റ്റോറി, എൻ്റെ പൊന്നു, ഒരു നല്ല സീൻ ഇങ്ങനെ അപ്പായിട്ട് വരുമ്പോൾ ദേ വന്നു ലവ് സ്റ്റോറി. അതും കൂടെ കാണുമ്പോഴത്തേക്ക് ആ സീൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കിട്ടിയത് അതുപോലത്തെ ലവ് സീൻസ് കാര്യങ്ങളാണ്. ഇതിനകത്ത് അഭിനയിച്ചവരും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അപ്പം ജയറാമേട്ടനുള്ള പടത്തിൽ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. പുള്ളീനെ കൂടെ പലതും കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പുള്ളിയുടെ രംഗങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ബാക്കി അതൊന്നും എഫക്റ്റ് അല്ല. അതൊക്കെ നമ്മൾ കോമാളിത്തരം കാണിച്ചു എന്ന് അതിനകത്ത് പറയുള്ളൂ. സൂര്യനൊക്കെ വെച്ച് എന്തൊക്കെ കോമാളിത്തരം കാണിക്കണം. അതിനകത്തൊരു വില്ലനും, എൻ്റെ പൊന്നേ. അവസാനത്തെ സീനൊക്കെ കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് കുറേ പേര് ഇറങ്ങി പോയി. ആദ്യം തന്നെ വണ്ടിയൊക്കെ ബാക്കിലായാലാണ് അവസാനം ഇറങ്ങിപ്പോയത്. ഒന്നും പറയാനില്ല സിനിമയെ പറ്റിയിട്ട്. എനിക്ക് ഒറ്റ പറയാനുള്ളൂ, ദയവ് ചെയ്ത് സിനിമയ്ക്ക് പോകരുത്. ഇതുപോലത്തെ സിനിമ ഇനി പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമില്ല. സൂര്യ എന്ന നടനെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ പടങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇനി പടങ്ങളില്ല. ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പടമാണ് ഇത്. ഇനി വേറെ പടമില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ നിങ്ങൾക്ക്
ഈ സിനിമയെ പറ്റി അറിയണമെങ്കിൽ നേരിട്ട് പോയി കണ്ട് ആസ്വദിച്ച് അറമായിച്ച് തിരിച്ചു വരിക. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോയും ചാനലും കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്തുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട്